കൊല്ലത്ത് വീട്ടിൽ കയറി യുവാവിനെ കൊലപ്പെടുത്തിയ കേസിന് പിന്നിൽ പ്രണയപ്പകയെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ട ഫെബിൻ്റെ സഹോദരി ജോലി കിട്ടിയതോടെ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്നാണ് കേട്ട കഥകൾ. ഇങ്ങനെ വർഷങ്ങളോളം പ്രണയിച്ചവനെ ജോലി കിട്ടിയതോടെ ഒഴിവാക്കിയത് ചതിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്താണ്? ഫെബിൻ്റെ ഒരു ബന്ധുവിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പും വിശദമായി പരിശോധിക്കേണ്ടതാണ്. കൊല്ലത്ത് യുവാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫെബിന്റെ ബന്ധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഈ ഫോട്ടോയിൽ കാണുന്ന വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസ് എന്റെ പെങ്ങളുടെ മകനാണ്. ഞങ്ങൾ ഇവനെ അപ്പു എന്നാണ് വിളിക്കുന്നത്. ബാങ്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് അപ്പുവിന്റെ പെങ്ങളും അപ്പുവിനെ കൊലപ്പെടുത്തിയ തേജസ് എന്ന ചെറുപ്പക്കാരനും തമ്മിൽ പ്രണയത്തിലാകുന്നു. അത് വീട്ടിൽ സംസാര വിഷയമാകുന്ന സമയത്ത് തേജസിന്റെ പിതാവ് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കുടുംബസമേതം പെണ്ണ് ചോദിക്കുവാൻ അവരുടെ വീട്ടിൽ വരികയും ആ വിവാഹത്തിന് സമ്മതം പറയുകയും ചെയ്യുന്നു. രണ്ടുപേർക്കും ജോലിയായിട്ട് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. എന്നാൽ പെൺകുട്ടിക്ക് ആദ്യം ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. കോഴിക്കോട് നിന്നും 1.5 മണിക്കൂർ ദൂരെയുള്ള ബാങ്കിലായിരുന്നു ജോലി. അതുകൊണ്ട് ലേഡീസ് ഹോസ്റ്റലിലോ പേയിങ് ഗസ്റ്റ് ആയോ താമസം നോക്കാനായിരുന്നു ആലോചന. എന്നാൽ തേജസിന്റെ മാതാപിതാക്കളും തേജസും അവര് പറയുന്ന സ്ഥലത്ത് താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അവിടുത്തെ പരിസരവും ജോലിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണവും എല്ലാം ശരിയാവാത്തതുകൊണ്ട് അതിന് പെൺകുട്ടിയും കുടുംബവും തയ്യാറായില്ല. പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബം ബാങ്കിന് തൊട്ടടുത്ത് താമസ സൗകര്യം ശരിയാക്കി കൊടുത്തു. ഇതേ തുടർന്ന് തേജസിന്റെ മാതാപിതാക്കളും തേജസും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടെ തനിക്ക് ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും വിവാഹത്തിന് താല്പര്യമില്ലെന്നും പെൺകുട്ടി പറയുകയും മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 3 മാസം കഴിഞ്ഞ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വേറൊരു വിവാഹാലോചന നടത്തുകയും 10 ദിവസം മുമ്പ് വാക്കാലത് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നാലെയായിരുന്നു ക്രൂരമായ കൊലപാതകം. ബാങ്കിൽ ജോലി ലഭിച്ചതുകൊണ്ട് കാമുകനെ ഒഴിവാക്കി എന്ന രീതിയിലുള്ള പ്രചാരണം നടന്നതുകൊണ്ടാണ് ഈ വിശദീകരണം നൽകുന്നത്. ഫെബിന്റെ അടുത്ത ബന്ധു ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: സത്യം എന്താണെങ്കിലും പ്രണയപ്പകയെ തുടർന്നുള്ള കൊലപാതകം ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ന്യൂസ് 18 കൊല്ലം.